പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 2-ാം തീയതി ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ഈ ദിവസം തന്ന നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ആരാധനയിൽ പങ്കുചേർന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ദിവ്യകാരുണ്യീശോ ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 14-ാം വചനം ധ്യാനിക്കാം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. നാം എത്ര മോശം അവസ്ഥയിലുള്ളവരാണെങ്കിലും നമുക്ക് നാശം സംഭവിക്കുന്നത് കാണാൻ കർത്താവ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നമുക്കിഷ്ടമില്ലാത്തവർക്ക് നാശമുണ്ടാകാൻ പലപ്പോഴും നാം ആഗ്രഹിക്കാറില്ലേ? ഓർക്കുക, മറ്റുള്ളവർക്ക് നാശമുണ്ടാകണമെന്ന് നാം ആഗ്രഹിച്ചാൽ ആ നാശം നമുക്ക് തന്നെ വരും. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണമെന്ന് നാം ആഗ്രഹിച്ചാലോ ആ നന്മ നമുക്ക് തന്നെ വരും. അതുകൊണ്ട് കണ്ടുമുട്ടുന്നവർക്കെല്ലാം നന്മ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇന്ന് പരിശീലനം ആരംഭിക്കാം. കർത്താവെ, എല്ലാവരിലും നന്മ കാണാനുള്ള കണ്ണ് നൽകി, എല്ലാവർക്കും നന്മ വരാൻ ആഗ്രഹിക്കുന്നൊരു ഹൃദയം നൽകി ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.